ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ റിഞ്ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് നാളായി വീഡിയോസ് ചെയ്തിട്ട്, കാരണം എൻ്റെ കണ്ണിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിരുന്നു. സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായി വായിക്കാനായിട്ട് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ വായിക്കുകൂടി ചെയ്തിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ചെയ്യുമ്പോൾ അത്തരം വായനകൾ കാര്യമായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് നാളത്തേക്ക് വീഡിയോ ചെയ്യാതിരുന്നത്. എന്തായാലും കുറേശ്ശെ ചെയ്തു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. തിരിച്ചു വന്നപ്പോൾ, അല്ലെങ്കിൽ വരാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് കേട്ട സന്തോഷകരമായൊരു വാർത്ത, ഒരുപാട് നമ്മൾ ദുഃഖിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കുന്നുണ്ടായിരുന്നുവെങ്കിലും കേട്ടിട്ടുള്ള സന്തോഷകരമായൊരു വാർത്ത, ബെറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്ന വ്യക്തികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ്, അത് അഡ്വക്കേറ്റ് ജിയാസ് ജമാലിന്റെ പരാതിയെ തുടർന്നെടുത്ത നടപടിയാണ്. അങ്ങനെയുള്ള അക്കൗണ്ടുകളൊക്കെ ഇൻസ്റ്റഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് പൂട്ടിക്കെട്ടാൻ ആവശ്യപ്പെട്ട് പൂട്ടിക്കെട്ടി. വയനാടൻ ബ്ലോഗർ മല്ലു ഫാമിലി, സസ്മീന സാക്കീർ തുടങ്ങിയ ആളുകളുടെ അക്കൗണ്ടാണ് ഇപ്പോൾ പൂട്ടിയിരിക്കുന്നത്. ഇപ്പൊ അവർക്ക് കുറച്ചുകൂടി ഒരു വ്യക്തമായ മുന്നറിയിപ്പ് കിട്ടി. ഇതൊരു ഇല്ലീഗലായ ആക്ടിവിറ്റി ആണ്, ഇതിന്റെയൊക്കെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നിയമ സംവിധാനത്തിന് ഇടപെടാൻ കഴിയും എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകാൻ കഴിഞ്ഞു. പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും വളരെ ശക്തമായിട്ട് തന്നെ ഈ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന മല്ലു ഫാമിലി, സുജിൻ അടക്കമുള്ള ആളുകളൊക്കെ നിലനിൽക്കുകയാണ്. അവരിപ്പോൾ വാട്സാപ്പ് വഴിയാണ് ഇതിന്റെ പ്രൊമോഷൻ നടത്തുന്നത്. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും, ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ശരിയുണ്ടായിട്ടാണോ ഒരു വശത്ത് കേരള പോലീസ് നിയമ സംവിധാനം ഇടപെട്ടിട്ട് പോലും ഒട്ടും പിന്നോട്ട് പോകാതെ മറ്റ് ചാനലുകൾ വഴി ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഒരിക്കലുമല്ല. കാര്യം ശരി, ചാരിറ്റിയെ കൊണ്ട് ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മോശം, അല്ലെങ്കിൽ ഒട്ടും എത്തിക്സ് ഇല്ലാത്ത ചില ഫാമിലി വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വ്ളോഗേഴ്സിൽ പെട്ടവരാണ് ഈ മല്ലു ഫാമിലി. ഒരുപാട് പേര് നമ്മളെ കണ്ടിട്ടുണ്ട്. നാണം കെട്ട് പണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പണം കൊണ്ട് നാണക്കേട് മാറിക്കോളും എന്ന് വിചാരിക്കുന്ന കുറെ ഊള വ്ളോഗേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഈ ആളുകൾ ചാരിറ്റി തന്നെ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാനാണ്. നിങ്ങൾ കണ്ടതാണ്, ഏതോ ഒരു ലേഡി, ഒരു ബ്ലോഗർ കുറച്ച് കുട്ടികൾക്ക് പൊതിച്ചോറ് വാങ്ങിക്കൊടുത്തിട്ട് ആ വീഡിയോ എടുത്ത് ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇട്ടു. ഈ മല്ലു ഫാമിലി സുജിൻ തന്നെ വൃദ്ധസദനത്തിലെ ഏതാനും അമ്മമാർക്ക് കുറച്ച് പണം കൊടുത്തു, അവിടെ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള കാശ് കൊടുത്തു. എന്നിട്ട് ആ വീഡിയോ എടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള ഇല്ലീഗലായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രമാത്രം ഊളകളാണ് ഇവരെന്നുള്ളത്. ചിലരൊക്കെ പറയുന്നത് അത് പണം കണ്ടുകൊണ്ട് മാത്രമുള്ള ഒരു പരിപാടിയാണെന്നാണ്. ശരിയാണ്, പണം പ്രധാനപ്പെട്ട ഇന്റൻഷനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് പണത്തിനപ്പുറം എന്തൊക്കെ ഈ വിഷയത്തിലുണ്ട്. ഇതെന്റെ തോന്നലാണ്. പക്ഷെ ആ തോന്നലിലേക്ക് എന്നെ എത്തിച്ച ഒരു കാര്യം കൂടി നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ റിയാക്ഷൻ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം മഹാദേവ ബെറ്റിംഗ് ആപ്പ് കേസാണ്. 2023 ഈ സ്കാം പുറത്തു വരുന്നത്. ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള 2 പേരാണ് ഈ സ്കാമിന് പിന്നിൽ വന്നത്. ജ്യൂസ് വിറ്റ് നടന്നിരുന്ന സൗരഭ് ചന്ദ്രാക്കറും അദ്ദേഹത്തിന്റെ കമ്പാനിയൻ കൂടിയായിരുന്ന രവി ഉപാലും, ഇവർ 2 പേരും ചേർന്നിട്ടാണ് ഒരു ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തത്. ഇതിന്റെ ഒരു ദിവസത്തെ വരുമാനം, അല്ലെങ്കിൽ ഈ ഉഡായ്പ വഴി ഒരു ദിവസം അവർ നേടിയിരുന്നത് 200 കോടി രൂപയാണെന്നാണ് ED മുന്നോട്ട് വെച്ച അലിഗേഷൻ. നോക്കുക, കോടിക്കണക്കിന് രൂപ മാറി മറയുന്ന ഒരു സംവിധാനം. അതിൽ നിന്ന് കുറച്ച് പൈസ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതിനു മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഈ ഇൻഫ്ലുവൻസിന് വേണ്ടിയുള്ള ഫണ്ടൊക്കെ വകയിരുത്തുന്നത്, എത്രമാത്രമാണ് വകയിരുത്തുന്നത്. 50 ലക്ഷത്തിൽ പരം രൂപയാണ് ഒരു മാസത്തേക്ക് ഒരു ഇൻഫ്ലുവൻസറിന് വേണ്ടി ഇവർ മാറ്റിവെക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ എത്ര വലിയ തുകയാണ് ഇവർക്ക് കിട്ടുന്നതെന്ന്. ഇവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 10 പൈസ കയ്യിൽ നിന്നിട്ടില്ല. ഇങ്ങനെ കിട്ടുന്ന പൈസയൊക്കെ ഇവര് ബാങ്ക് അക്കൗണ്ടിൽ പോയി എടുക്കുന്നതായിട്ട് കാണിക്കും, അല്ലെങ്കിൽ അനിയത്തി ടാത്തന് മാല മേടിച്ചു കൊടുക്കുന്നതായിട്ട് കാണിക്കും, ഐഫോൺ മേടിച്ചതായിട്ട് കാണിക്കും. ജയിലിൽ നിന്ന് ഇറങ്ങിയ വിജയ മച്ചാൻ വരെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ എങ്ങനെയാണ് ഐഫോൺ മേടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അതും ഈ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാൻ വീശുന്നത്. കാരണം ഇങ്ങനെ കിട്ടുന്ന പണമാണ് ഇവര് ഈ ഗെയിം കളിച്ച് കിട്ടിയ പൈസയാണെന്ന വ്യാജേന നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് നിങ്ങളെ പറ്റിക്കുന്നത്. പക്ഷേ ഇതല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത്രയും വിഷയം ഉണ്ടായിട്ട് ഈ സുജിനൊക്കെ വീണ്ടും ഇതിൽ നിൽക്കുന്നത്? എനിക്ക് തോന്നുന്നത് പണം മാത്രമല്ല, ഇവര് ഏർപ്പെട്ടിരിക്കുന്നത് ഒരു ഡബിൾസ് എഗ്രിമെന്റിലാണ്. ഈ ഡബിൾസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് തന്നെ ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പഴയ നാടകമാണ്. ആ നാടകത്തിൽ നിന്നാണ് ഈ പ്രയോഗം വരുന്നത്. ഒരു ഡബിളുമായിട്ട് നടത്തുന്ന എഗ്രിമെന്റ് ലോകത്തുള്ള എന്ത് സംഭവങ്ങളും സാധിച്ചു കൊടുക്കും ചെലുത്താൻ. പക്ഷെ പകരമായിട്ട് എടുക്കുന്നത് ജീവനാണ്, അല്ലെങ്കിൽ ആത്മാവെന്നാണ് ഒരു റിലീജിയസ് പശ്ചാത്തലത്തിൽ പറയുന്നത്. പക്ഷെ ജീവൻ എടുത്തുകൊണ്ട് പോകും എന്നാണ് നമ്മൾക്ക് ഒരു സാധാരണ രീതിയിൽ പറയാൻ കഴിയുക. ഇത്തരത്തിലൊരു ഡബിൾസ് എഗ്രിമെന്റിലാണോ ഇവരൊക്കെ പെട്ടിരിക്കുന്നതെന്നാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം ഈ മഹാദേവ ബെറ്റിംഗ് ആപ്പ് കേസ് പോയത്
ഒരു ബെറ്റിംഗ് ആപ്പ് ഉണ്ടാക്കുന്ന 30 മുതൽ 70% വരെ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിലേക്ക് മാത്രമല്ല, അതിൻ്റെ പിന്നിൽ നടന്ന ഒരുപാട് ബിനാമി ഇടപാടുകൾ, ഹവാല ഇടപാടുകൾ, കള്ളപ്പണം ഇടപാടുകൾ പോലുള്ള കാര്യങ്ങളിലേക്കാണ്. അത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഈ ബെറ്റിംഗ് ആപ്പുകളുടെ പിന്നിൽ നടക്കുന്നതെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇവർ കൊണ്ട് തലവെച്ചു കൊടുത്തിരിക്കുന്നത് ചെറിയ കാര്യത്തിലല്ല. അല്ലെങ്കിൽ ഒരു സാധാരണഗതിയിൽ സുജിനെ പോലുള്ള ആൾക്ക് സാധാരണഗതിയിൽ ഒരു വശത്ത് പോലീസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വശത്ത് നിയമം എതിരെ വന്നു കഴിഞ്ഞാൽ പിന്മാറേണ്ടതാണ് വിഷയത്തിൽ നിന്ന്. പക്ഷെ പിന്മാറുന്നില്ല. മല്ലു ഫാമിലി മാത്രമല്ല, ഹസ്മിന സാക്കീർ മറ്റൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, എന്നിട്ട് അതിലൂടെയും ഇത് പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ ഇവർക്ക് ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ഒന്നുകിൽ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ജീവിതം മറന്നേക്കുക. ആ ഒരവസ്ഥയിലേക്ക് ഇവർ എത്തിച്ചേർന്നിട്ടുണ്ടോ? അതുകൊണ്ടാണോ ഇവർ ഇത്ര കഷ്ടപ്പെട്ടത് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെ സംഭവിച്ചാലും പ്രൊമോട്ട് ചെയ്തുള്ള നിങ്ങൾക്ക് കാശ് വാങ്ങിയതാണ്. ഇപ്പം ഇത്തരത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നെ വലിയ ഗാങ്സ്റ്റേഴ്സ് ഉണ്ടാവും. ഇത് വെറുതെ പറയുന്നതല്ല. ഈ മഹാദേവ ആപ്പ് പ്രൊമോട്ട് ചെയ്ത, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ 2 പേരും പിന്നീട് പാകിസ്ഥാനിലെ ഖേലോയാർ എന്ന പേരിൽ ഒരു ആപ്പ് ഇറക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമത്തിൽ ഇവരുടെ പങ്കാളിയായി വന്നത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ സഹോദരനായ മുസ്താക്കിം ഇബ്രാഹിമാണ് എന്ന് ED വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും എങ്ങോട്ടാണ് ഈ കുരുക്കുകളുടെ അറ്റം പോകുന്നതെന്ന്. മല്ലു ഫാമിലി സുജീൻ, ഹഫ്സീന, അല്ലെങ്കിൽ വയനാടൻ വ്ളോഗർ പോലുള്ള ആളുകളൊക്കെ ചെന്നപ്പെട്ടിട്ടുള്ളത് ഒരുപക്ഷെ ഒരു വലിയ കുരുക്കിലായിരിക്കും. കഴുത്തിൽ ഈ കുരുക്കങ്ങളുടെ മുറുകി കഴിഞ്ഞപ്പോഴായിരിക്കണം ഇതിൻ്റെ അറ്റമൊക്കെ ചെന്ന് നിൽക്കുന്നത് ഇതുപോലുള്ള വലിയ പ്രശ്നങ്ങളിലാണെന്ന് ഇവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കൂടി ആയിരിക്കണം ഇത്രയുമൊക്കെ വിഷയം ഉണ്ടായിട്ടും കേരള പോലീസ് ഇടപെടുന്നു, നിയമപരമായ ഇടപെടലുണ്ടാകുന്നു. അത്രയൊക്കെ ഉണ്ടായിട്ടും ഇത് പ്രൊമോട്ട് ചെയ്യുന്നതിൽ നിന്ന് ഇവർ പിന്മാറാത്തത്. എന്തായാലും മല്ലു ഫാമിലി സൂചനയോ അല്ലെങ്കിൽ ഈ പറയുന്ന വ്ളോഗറിനെയൊക്കെ പറഞ്ഞ് നന്നാക്കാൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയാൽ മതി, ആ പണം ആ നാണക്കേട് മാറ്റിക്കോളും എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. ഒട്ടും എത്തിക്സ് ഇല്ലാത്ത ആളുകളാണ്. ഇവരെയൊന്നും പറഞ്ഞ് നന്നാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഇവരുടെ പിന്നാലെ ഓശാന പാടിപ്പോകുന്നവർ, അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൽ പോയി തലവെച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അനന്തുവിൻ്റെ റിയാക്ഷൻ വീഡിയോയിൽ ഒരു ഡാറ്റ പറയുന്നുണ്ട്. അത് അനന്തു ഉണ്ടാക്കിയ ഡാറ്റ അല്ല കേട്ടോ. ഈ പറയുന്ന മല്ലു സുജിൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത ഒരു വോട്ടിങ്ങിൻ്റെ റിസൾട്ടാണ്. അതിൽ ഏകദേശം 111 പേർക്ക് പൈസ നഷ്ടപ്പെട്ടു, ഏകദേശം 60ഓളം പേർക്ക് പൈസ കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 170 പേരാണ് കളിച്ചത്. അതിൽ 60 പേർക്ക് മാത്രമാണ് പൈസ കിട്ടിയത്. നിങ്ങൾ സുജിൻ്റെ കയ്യിൽ ഒരു ടീമായിട്ട് കളിക്കുകയാണെന്ന് വിചാരിക്കുക, ഒരൊറ്റ ടീമായിട്ട് കളിക്കുകയാണ്. എല്ലാവരും 1000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കളിക്കുകയാണെന്ന് വിചാരിക്കുക. 170 പേര് 1000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1,70,000 രൂപ. ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 64,000 രൂപയാണ് കിട്ടിയത്. 1,70,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെറും 64,000 രൂപയാണ് കിട്ടിയത്. അതുകൊണ്ടാണ് നേരത്തെ ED പറഞ്ഞത് 30 മുതൽ 70% വരെ വരുമാനമുള്ള ഒരു പരിപാടി എന്ന്. ഈ 170 പേര് ഒരുമിച്ച് കളിച്ചതിൽ 64 പേർക്കാണ് കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 30% അല്ലെങ്കിൽ 40% താഴെ ആളുകൾക്ക് മാത്രമാണ് പണം കിട്ടിയത്. ബാക്കിയുള്ള 60% ആളുകളും പണം നഷ്ടപ്പെട്ടവരാണ്. സുജിൻ തന്നെ പറയുന്നത്, നിങ്ങൾ ഒരു ലെവലൊന്നും കളിക്കാൻ വേണ്ടി തയ്യാറായി വരരുത്, കുറേ അധികം പൈസയായിട്ട് വരിക, 5, 6, 7 ലെവൽ വരെ കളിക്കാനുള്ള പൈസയായിട്ട് വരിക, എന്നാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നാണ്. എന്ന് വെച്ചാൽ ഈ ആദ്യ ലെവലൊക്കെ കളിക്കുന്ന പണമൊക്കെ പോയിക്കൊണ്ടേയിരിക്കും. പിന്നീട് കിട്ടിയാൽ കിട്ടി. അതിനൊരു ഡിസ്ക്ലെയിമർ സുജിൻ പറയുന്നത്, നിങ്ങളുടെ പണമാണ്, നിങ്ങളുടെ തീരുമാനം അനുസരിച്ച് കളിക്കുക, ഞാനിതിൽ ഉത്തരവാദിയല്ല എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഈ കാര്യം പറയുന്നത് സുജിന് വേണ്ടിയോ, സുജിൻ ഓശാന പാടുന്നവർക്ക് വേണ്ടിയോ, മറ്റു വ്ളോഗർമാർക്ക് വേണ്ടിയോ, അവരുടെ പിന്നാലെ പോകുന്നവർക്ക് വേണ്ടിയോ അല്ല. ഞാനിത് പറയുന്നത് ഇതിൽ പോയി പെടാൻ സാധ്യതയുള്ളവർക്ക് വേണ്ടിയാണ്, മുന്നേയുള്ള വീഡിയോയും ചെയ്തവർക്ക് വേണ്ടിയാണ്. വളരെ കുറച്ച് പേരായിരിക്കാം ഈ വീഡിയോ കാണുന്നത്, പക്ഷേ അത്രയും പേരെങ്കിലും ഈ ബെറ്റിംഗ് ആപ്പുകളിൽ പോയി പണം നഷ്ടപ്പെടരുത് എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുകയാണ്. അതുമാത്രമല്ല, ഈ മഹാദേവ ആപ്പിന് പിന്നിൽ നടന്ന കുഴൽപ്പണം, കള്ളപ്പണം, ബിനാമി ഇടപാട് പോലുള്ള രാജ്യദ്രോഹ, ദേശദ്രോഹ പ്രവർത്തനങ്ങൾ കൂടി മനസ്സിൽ കണ്ടിട്ട് വേണം ഇത്തരം വിഷയങ്ങളെ സമീപിക്കാൻ. മറ്റൊരു വിഷയത്തിലെ പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.